Okay, yesterday we were studying about clocks. How much next we have to study about speed, isn't it? Speed yes. So the first man on the earth can run at 100 meter in less than 10 seconds. So the fastest man, ഏറ്റവും fastest ആയിട്ടുള്ള man on the earth can run 100 meters within 10 seconds. ഒരു ഏറ്റവും സ്പീഡിൽ ഓടുന്ന ഒരു മനുഷ്യന് 10 സെക്കൻഡ് കൊണ്ട് ഒരു 100 മീറ്റേഴ്സ് ക്യാൻ റൺ. നമുക്കാകില്ല, നമുക്ക് അത്ര സ്പീഡ് ഇല്ല അല്ലെ. പക്ഷെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാര് നല്ല സ്പീഡിൽ ഓടുന്ന ആൾക്കാർക്കൊക്കെ 10 സെക്കൻഡ് കൊണ്ട് 100 meters they can cover up. A cheetah can cover the same distance in about 4 seconds. So a cheetah need only 4 seconds to cover 100 meters. Cheetah means what? Cheetah എന്ന് പറഞ്ഞാൽ എന്താ? ആരാ അറിയില്ല ചീത്തനെ? ചീറ്റപ്പുലി. ചീറ്റയുടെ കാര്യം പറഞ്ഞപ്പോൾ ആൻമരിയുടെ കണ്ണൊക്കെ പിടിച്ചു വരുന്നുണ്ട്. ഓക്കെ, ചീറ്റപ്പുലിക്ക് എന്ന് വെച്ചാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ലാൻഡ് അനിമൽ ആണ് ചീറ്റ എന്ന് പറയുന്നത്. ചീറ്റ ക്യാൻ റൺ വിതിൻ 4 seconds 100 meters. 100 meter എന്ന് പറയുന്നത് 4 സെക്കൻഡ് കൊണ്ട് റൺ ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ഹ്യൂമൻ ബീങ്സ് വിൽ ടേക്ക് 10 seconds. And a jet plane will take only 0.1 seconds to cover that much distance. Jet plane which travels faster than the sound will take only 0.1 second to cover 100 meters. Here we compare how fast each can run. In competitions and all, when there is a sports day competition, we have a running competition in schools, isn't it? So then we will make 5 or 6 students to stand in line. Sometimes more than there will be, and we will give a certain distance for them to cover up. And we find who has covered that much distance faster, and that person will get the first prize, and the next one will get the second prize, and next one will get the third prize. നമുക്കറിയാം, നമ്മളൊരു കോമ്പറ്റീഷൻ നടത്തുമ്പോൾ റണ്ണിങ് കോമ്പറ്റീഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് ഒരു സർട്ടൻ ഡിസ്റ്റൻസ് കൊടുക്കും, 100 meters or 200 meters ലൈക്ക് ദാറ്റ് വേ. ആ 100 meters അല്ലെങ്കിൽ 200 meters ആരാണോ ഫസ്റ്റ് ഓടി എത്തുന്നത് ആ ആൾക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കും. അപ്പൊ അടുത്ത സെക്കൻഡറി ആരാണോ വരുന്ന ആൾക്ക് സെക്കൻഡ് പ്രൈസ് കൊടുക്കും. അങ്ങനെ നമ്മൾ കോമ്പറ്റീഷൻ നടത്താണ്. ഹിയർ നോട്ട് ഓൺലി ഹ്യൂമൻ ബീങ്സ്, നമ്മളിപ്പം പറഞ്ഞൊരു 100 meter ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ചീത്തയുടെയും മനുഷ്യന്റെയും ജെറ്റ് പ്ലെയിന്റെയും ഒക്കെ സമയം നമ്മൾ കണ്ടു. അതിലേറ്റവും കൂടുതൽ ഒരു ഹ്യൂമൻ ബീങ് എടുക്കുന്നുണ്ട് അല്ലെ. സോ ഹിയർ വി കമ്പയർ ദ ഹൗ ഫാസ്റ്റ് വൺ മൂവ്സ് ബൈ ഫൈൻഡിങ് ഔട്ട് ദ ഡിസ്റ്റൻസ് ഈച്ച് ഓഫ് ദം കവേഴ്സ് ഇൻ എ ഫിക്സ്ഡ് ടൈം. ഒരു ഫിക്സ്ഡ് ടൈമിൽ എത്ര ദൂരം കവർ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ വണ്ടിയിലൊക്കെ കാണാം, എല്ലാ വണ്ടിയിലും കാണും കിലോമീറ്റേഴ്സ് പെർ അവർ എന്നും പറഞ്ഞുകൊണ്ട് 30 kilometers, 65 kilometers, 60 kilometers ആണുള്ളത്. മാക്സിമം 60 kilometers അല്ലെങ്കിൽ മാക്സിമം 35 kilometers ഇൻ ടൗൺസ് എന്നൊക്കെ പറഞ്ഞ ബസ്സിലൊക്കെ എഴുതിയേക്കുന്നതാണ്. അതിന്റെ അർത്ഥം 1 kilometer ദൂരം എന്ന് പറയുന്നത് 1 മണിക്കൂറിൽ അവര് 30 kilometers പോകുന്ന അത്ര സ്പീഡിൽ ഓടാവുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ 60 kilometers ദൂരം പോകാൻ പറ്റുന്ന അത്രയും ഓടാവുള്ളൂ എന്ന്, അത്ര സ്പീഡേ പറ്റുള്ളൂ എന്നർത്ഥം. Here we compare. The fixed time is usually taken as 1 second or 1 hour. നമ്മളൊരു ഫിക്സ്ഡ് ടൈം 1 സെക്കൻഡ് കൊണ്ട് ഇത്ര ദൂരം എത്തി, അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ 30 മിനിറ്റ് കൊണ്ട് ഇത്ര ദൂരം എത്തി. അങ്ങനെ നമ്മൾ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് സൂചിപ്പിക്കുന്നു. This shows that the cheetah is 2.5 times as fast as the fastest man. A jet plane is 100 times as fast as the fastest man. അപ്പം ഒരു ജെറ്റ് പ്ലെയിനിന് അത്രയ്ക്ക് സമയം ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞാല് നമ്മള് മനുഷ്യർ ഓടി എത്തുന്ന അത്രയും സമയത്ത് 100 സെക്കൻഡ് കൊണ്ട് 100 സമയം കൊണ്ട് തന്നെ a jet plane can cover up that much time. The distance covered by a moving object in a unit time is known as its speed. The standard unit for measuring speed is meters per second.
So the distance covered by an object or any human beings or anything like that way in a unit time is known as its speed. ഒരു certain time നമുക്കൊരു certain സ്പീഡിൽ ഓടിയെത്താൻ പറ്റും, അല്ലെ സോറി ഒരു certain സ്പീഡിലേക്ക് നമുക്കൊരു കൃത്യമായ ഒരു ഫിക്സ്ഡ് ടൈമിൽ ഓടിയെത്താൻ പറ്റുന്നതിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഒക്കെ പറയും, ചില വണ്ടി ഭയങ്കര സ്പീഡാണ് അല്ലെ, അതിനെ 80 km/h എന്നൊക്കെ നമ്മൾ പറയും. മനസ്സിലായോ? ചില വണ്ടി നമ്മൾ റോഡിലൊക്കെ കയറി നിർത്തില്ല, ഭയങ്കര സ്പീഡിൽ ഓടുന്ന വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അറിയാം 110 എവിടെ വന്നു എന്ന് വെച്ചാൽ നല്ല ഹയർ സ്പീഡിൽ പോകുമ്പോൾ അതിന്റെ ടൈമൊക്കെ അതിൽ മെഷർ ചെയ്തിട്ടുണ്ടാകും, അവരുടെ മീറ്ററിലൊക്കെ കൃത്യമായിട്ടുണ്ടാകും. അപ്പൊ 65 km പോകും, 70 പോകും, സ്ലോ ആണെങ്കിൽ 30 20 പോകും വെഹിക്കിൾ അല്ലെ. സോ എ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ മൂവിംഗ് ഒബ്ജെക്ട് in a fixed time is called its speed. And the standard time for your standard unit for measuring the speed is meters per second or kilometer per second. The speed of the fastest man is 10 meter per second. 10 meter ആണ് ഒരു സെക്കൻഡിൽ. And the speed of a cheetah is 25 meters per second. ഒരു സെക്കൻഡിൽ 25 meter ഒരു ചീത്ത ഓടിയെത്തും. And the speed of a jet plane is 1000 meter per second. 1000 meter ഒരു സെക്കൻഡിൽ പറന്നെത്തും ഒരു ഫ്ലൈറ്റ്. Flight അല്ല, jet aeroplanes. We know that you might have seen some planes, some jet airways, jets. We hear the sound here, but when we look here, we cannot see because it might have reached there far. കുറേ ദൂരെ എത്തിയിട്ടുണ്ടാവും. ശബ്ദത്തെക്കാൾ ഫാസ്റ്റ് ആയിട്ട് സഞ്ചരിക്കുന്ന ഫ്ലൈറ്റുകളാണ്, പ്ലെയിനുകളാണ് നമ്മൾ ജെറ്റ് എന്ന് പറയുന്നത്. The speeds of fast moving objects like cars, trains or aeroplanes are usually measured in kilometers per hour. സാധാരണ നമ്മൾ വെഹിക്കിളിന്റെ ഒക്കെ നമ്മൾ പറയുന്നത് കിലോമീറ്റർ പെർ അവർ എന്നാണ് പറയുന്നത്. km ഒരു സ്ലാഷ് ഇട്ടിട്ട് h. If a car travels at a speed of 60 km/h, it means that the car covers a distance of 60 km in 1 hour. അപ്പൊ നമ്മൾ പറയാണ് അതിന്റെ സ്പീഡ് എത്രയായിരുന്നു, 60 എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 60 കിലോമീറ്റർ എത്താനുള്ള ആ സ്പീഡിൽ പോയി എന്നർത്ഥം. If it is 25 in 1 hour, 25 kilometer the vehicle can cover. അതിന്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ അത്ര സ്പീഡേ ഉള്ളൂ. നിങ്ങൾ ബസ്സിലൊക്കെ എഴുതിയിട്ടുണ്ടാവും മാക്സിമം സ്പീഡ് ലിമിറ്റ് 35 kilometers in towns എന്നൊക്കെ പറഞ്ഞിട്ട് ബസ്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതായത് ടൗണിൽ നമ്മൾ ഭയങ്കര സ്പീഡിൽ ഓടാൻ പാടില്ല, കാരണം ഇറ്റ് ഈസ് എ ബിസി പ്ലേസ്, isn't it? Okay, so many vehicles will be there, so many people will be there, they will be crossing the roads and all, and so many vehicles will be there. So if we are traveling in a high speed in towns and all, it may cause for the accidents and all. So the limit is 35 kilometers. എന്ന് വെച്ചാൽ അത്ര സ്പീഡ് കുറച്ച് ടൗണിൽ എത്തുമ്പോൾ വാഹനങ്ങൾ ഓടാവുള്ളൂ എന്നർത്ഥം. 35 kilometers per hour എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ 35 kilometer കവർ ചെയ്യുന്ന അത്രയും സ്പീഡിൽ നമ്മൾ വാഹനങ്ങൾ ഓടിക്കാവുള്ളൂ എന്നർത്ഥം. The speeds of fast moving objects like cars, trains and aeroplanes are usually measured in kilometers per hour. If a car travels at a speed of 60 kilometers, we will write 60 km/h. It means that the car covers a distance of 60 kilometers in 1 hour. If an object covers a distance t in time, t it is speed and s is given by s is equal to d divided by t എന്ന് പറഞ്ഞാൽ I will wait. Here s means s is equal to speed, d is equal to distance. And t.
is equal to time. So S is equal to speed, D is equal to distance, T is equal to time. So if you want to find the speed, ഇതിന്റെ സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ S speed is equal to സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ, ഇതിനകത്ത് ഡിവൈഡഡ് ഒന്നും കാണുന്നില്ല. divided by time. If suppose speed നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ S is equal to, ഇപ്പൊ നമ്മുടെ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് നമ്മളിപ്പോ 60 എന്ന് വിചാരിക്കാം. 60 divided by time 1 hour അല്ലെ. 60 divided by 1 is equal to എത്രയായിരിക്കും? 60 divided by 1 is equal to 60. അപ്പം ഡിസ്റ്റൻസ് 60 കിലോമീറ്റർ സഞ്ചരിച്ചു, 1 മണിക്കൂറിനുള്ളിൽ സഞ്ചരിച്ചു എങ്കിൽ എന്താണ് ഇതിന്റെ ഡിസ്റ്റൻസ്, അല്ല സോറി സ്പീഡ് എന്ന് പറയുന്നത് 60 ആയിരിക്കും. ഇനി നമ്മളുടെ സ്പീഡ് ഈസ് ഈക്വൽ ടു, സ്പീഡ് നമുക്കിപ്പോ ഒരു 36 ആണെന്ന് വിചാരിക്കുക. 36 നമ്മുടെ ഡിസ്റ്റൻസ് അല്ല സോറി ടൈം നമ്മൾ കവർ ചെയ്ത് 2 hours എടുത്തു എന്ന് വിചാരിക്കുക. 2 hours അപ്പോൾ എത്രയായിരിക്കും? 36 divided by 2 അല്ലെ. അപ്പൊ എത്രയായിരിക്കും? 18 കിലോമീറ്റേഴ്സ് ആയിരിക്കും ആൻസർ. ഓക്കെ, അതായത് നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കവർ ചെയ്ത ഡിസ്റ്റൻസിനെ ആ കവർ ചെയ്യാൻ എടുത്ത അത്രയും ദൂരം കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇഫ് യു ഡിവൈഡ് ദ ഡിസ്റ്റൻസ് into the time that we have used here, we will get the speed. Okay, മനസ്സിലായോ? Okay. Here first one is snail, page 162. First one snail will 0.5 kilometer per hour power. സ്നെയിൽ എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? വീട്ടിലൊന്നും വരുന്നില്ല സ്നെയിൽ അല്ലേ? സ്നേക്ക് അല്ല, സ്നെയിൽ വരുന്നില്ലേ? അൻമരിയ ദിയയുടെ വീട്ടിൽ വരുന്നില്ലേ? യെസ്. ഓക്കെ, സ്നെയിൽ ഇറ്റ് വിൽ കവർ ഓൺലി 0.05 എന്ന് പറഞ്ഞാല് 0.05 എന്ന് പറഞ്ഞാല് 500 മീറ്റർ 1 മണിക്കൂർ കൊണ്ട്. 1 മണിക്കൂർ കൊണ്ട് ഓരോ സ്നെയിൽ നടന്ന് എത്തുന്ന എത്രയാണ്? 500 മീറ്റർ 1 മണിക്കൂർ കൊണ്ട്. ആൻഡ് സെക്കൻഡ് ഹ്യൂമൻ ബീങ്സ് ഫാസ്റ്റസ്റ്റ് മാൻ 36 കിലോമീറ്റർ പെർ അവർ. 1 മണിക്കൂർ കൊണ്ട് 36 കിലോമീറ്റർ എത്തും. നെക്സ്റ്റ് ഹോഴ്സ് 60 കിലോമീറ്റർ ആൻഡ് cheetah 90 kilometer per hour and jet plane 3600 kilometer. Oh, that fast lag. Where is snail and where is a jet? How much difference is there? Senida, how much difference is there between human beings and jet plane? Okay. If an object travels for time t at speed s, it covers a distance given by distance is equal to speed into time. നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ദൂരം കണ്ടുപിടിക്കണമെങ്കിൽ അത് എത്ര സ്പീഡിലാണോ പോയത് ആ സ്പീഡ് ഇൻറ്റു ടൈം ടേക്കൺ. ഇപ്പൊ സപ്പോസ് നമ്മൾ ഡിസ്റ്റൻസ് ഇവിടുന്ന് പാടിച്ചാല് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1 കിലോമീറ്റർ എന്ന് കൂട്ടിക്കോ. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ സ്പീഡും നമ്മുടെ ടൈമും കൂടെ ഗുണിച്ചാൽ മതി. 1 മണിക്കൂർ കൊണ്ട് നമ്മള് പാടിച്ചാലിലെത്തിയ സ്പീഡും കൂടെ ഗുണിച്ചാൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടാൻ പറ്റും. നെക്സ്റ്റ്, if an object covers a distance d at a given speed s,
the time it takes is given by time is equal to distance divided by speed. ഇപ്പൊ നമ്മള് ഇവിടെ 4 കിലോമീറ്റർ ഉണ്ട്. 4 കിലോമീറ്റർ നമ്മൾ നടന്ന് പോയിട്ട് അതിന് സമയം എത്ര എടുത്തു? നമ്മൾ എത്ര സ്പീഡിലാണോ നടന്ന സ്പീഡ് മെൻഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് എത്രയാണെന്ന് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, shall we wind up the class now? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സാമ്പിൾ സഹിതം പഠിക്കാം. ഓക്കെ ഓക്കെ, then bye. ഓക്കെ, ദിയ പോയോ?